വളരെ കുഴപ്പം പിടിച്ച കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ. കാരണം വിവാഹിതരായി മക്കളെ വിവാഹം കഴിച്ച് കഴിഞ്ഞ് ഓരോരോ ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ അടുത്ത് തന്നെ ഇവിടെ ദുബായിൽ 2 മലയാളി, അതായത് ഒരാഴ്ചക്കുള്ളിലാണ് 2 മലയാളി പെൺകുട്ടികളാണ് ഹസ്ബൻഡിൻ്റെ ഒരു ഇത് കാരണം സൂയിസൈഡ് ചെയ്യാനിടയായത്. ഒരാൾ അതിൻ്റെ കൊച്ചിനെ കൊന്നിട്ടാണ് ആളെ സൂയിസൈഡ് ചെയ്തത്. മറ്റൊരാൾ ആളുടെ കൊച്ച് നാട്ടിലാണ്, 10 വയസ്സുള്ള കൊച്ചാണ്. നമ്മളേവർക്കും എല്ലാവരും ആ ന്യൂസൊക്കെ കണ്ടാണ് ഇപ്പോൾ കേസ് നടക്കുവാണ്. 1 സ്ത്രീധനത്തിൻ്റെ കാര്യം, 2 പണം വിഷയമാണ് എല്ലായിടത്തും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ മറ്റ് ചില വാർത്തകൾ എന്നൊക്കെ വെച്ചാൽ അപ്പനെ തല്ലി അമ്മേനെ ഇറക്കി വിട്ടു, അമ്മേനെ തല്ലുന്ന അങ്ങനെയൊക്കെയുള്ള കുറേ വീഡിയോകൾ, പിന്നെ മദ്യത്തിനടിമയായ കുറേ മക്കൾ. പഴയൊരു കാലഘട്ടം ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ ആൾക്കാരെല്ലാം ഒരുപാട് മാറി. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഡ്രഗ്സിനടിമയാണ് ഇന്നത്തെ ചെറുപ്പക്കാർ, വളർന്നു വരുന്ന ലോകം. അതൊക്കെ പരമാവധി നിർത്താൻ നമുക്ക് ചെറുപ്പം മുതലേ, അതായത് ഒരു കുടുംബത്തിലെ ഒരു കൊച്ചുണ്ടായ ആ കൊച്ചിനെ വളർന്ന് വലുതാക്കുന്ന ആ സമയം വരെ നിങ്ങളൊന്ന് പരിശീലിപ്പിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും അതിനെ സ്നേഹിച്ച് അതിനോടൊപ്പം നിന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. ഇതിനെല്ലാവരും ഒന്ന് ശ്രമിക്കുക. കാരണം വരുന്ന ലോകത്ത് അല്ലെങ്കിൽ വരുന്ന തലമുറകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം, ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അതിന് പ്രത്യേക കാരണമെന്ന് വെച്ചാൽ മാതാപിതാക്കൾ തന്നെയാണ്. എല്ലാവരും, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനെതിരെ നിങ്ങളൊന്ന് മനസ്സറിഞ്ഞൊന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം സമയമായി. അത് അതിക്രമിച്ചിരിക്കുന്നത്. ഈ കാണുന്നവർ, എൻ്റെ ഫ്രണ്ട്സായിട്ട്, എൻ്റെ ഫോളോവേഴ്സായിട്ട് ഉള്ളവർ, എൻ്റെ വീഡിയോ കേൾക്കുന്നവരെല്ലാവരും ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ താഴ്മയായിട്ടൊന്ന് എല്ലാവരോടൊന്ന് അപേക്ഷിക്കുകയാണ്.